ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. LDCക്കും അതുപോലെ തന്നെ LGSന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച രാജ്യമെന്ന റെക്കോർഡ് ഇന്ത്യ കരസ്ഥമാക്കിയത് എത്ര ഉപഗ്രഹങ്ങളെ അയച്ചുകൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ബി 104. ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിലെത്തിച്ച് ചരിത്രം കുറിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ, അതായത് ISROയുടെ ദൗത്യം എന്നറിയപ്പെടുന്നത് PSLV C-37 ആണ്. അതിൻ്റെ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ PSLV C-37 ആണ്. PSLV C-37 വിക്ഷേപിച്ചത് 2017 ഫെബ്രുവരി 15 PSLV C-37 ആണ് 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിലെത്തിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ച ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ വാഹനം അല്ലെങ്കിൽ ദൗത്യം എന്നറിയപ്പെടുന്നത്. അത് വിക്ഷേപിച്ചത് 2017 ഫെബ്രുവരി 15 PSLV C-37ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ബി ജയകുമാറാണ്. PSLV C-37, അതായത് 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിലെത്തിച്ചതിൻ്റെ ഡയറക്ടർ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്: ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ചെസ് താരം ആര്? ആൻസർ ഓപ്ഷൻ സി ദ്രോണാവലി ഹരിക. ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ചെസ് താരമാണ് ദ്രോണാവലി ഹരിക. ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയ ഇന്ത്യയിലെ ആദ്യ വനിതാ ചെസ് താരം എന്നറിയപ്പെടുന്നത് സുബ്ബരാമൻ വിജയലക്ഷ്മിയാണ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയ ഇന്ത്യയിലെ ആദ്യ വനിതാ ചെസ് താരം സുബ്ബരാമൻ വിജയലക്ഷ്മി. ഇന്ത്യയുടെ ആദ്യ ഗ്രാൻഡ് മാസ്റ്റർ എന്നറിയപ്പെടുന്നത് വിശ്വനാഥൻ ആനന്ദാണ്. അടുത്തത്: മംഗൾയാൻ വിക്ഷേപണത്തിന് ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ ബി PSLV C-25. PSLV C-25 ആണ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ പര്യവേഷണ ദൗത്യമായ മംഗൾയാൻ വിക്ഷേപിക്കാൻ ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനമെന്ന് അറിയപ്പെടുന്നത്. PSLV C-25 ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ പര്യവേഷണ ദൗത്യം എന്നറിയപ്പെടുന്നത് മംഗൾയാനാണ്. മംഗൾയാൻ രൂപകൽപ്പന ചെയ്തതാരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് ISROയുടെ സാറ്റലൈറ്റ് സെൻ്ററാണ്. മംഗൾയാൻ വിക്ഷേപിക്കപ്പെട്ട തീയതി എന്നറിയപ്പെടുന്നത് 2013 നവംബർ 5 മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയത് 2014 സെപ്റ്റംബർ 24 ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കുക. മംഗൾയാൻ വിക്ഷേപിക്കപ്പെട്ട തീയതി 2013 നവംബർ 5. മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയത് 2014 സെപ്റ്റംബർ 24 ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ചൊവ്വാ പര്യവേഷണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം എന്നറിയപ്പെടുന്നത് ഫിജിയാണ്. ചൊവ്വാ പര്യവേഷണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഫിജി. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ കെ രാധാകൃഷ്ണനാണ്. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ. അടുത്തത്: 6 വരി പാതയായ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ എ അടൽ ബിഹാരി വാജ്പേയി. 6 വരി പാതയായ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത സുവർണ ചതുഷ്കോണമാണ്. വജ്ര ചതുഷ്കോണം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. വജ്ര ചതുഷ്കോണം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ആണ്. അതുപോലെ തന്നെ സുവർണ ചതുഷ്കോണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലോ ദേശീയ പാതയുമായാണ്. അടുത്തത്: ബ്രോഡ് ഗേജ് പാതയിൽ റെയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര? ആൻസർ ഓപ്ഷൻ സി 1.676 മീറ്റർ. ബ്രോഡ് ഗേജ് പാതയിൽ റെയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്ററാണ്. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രോഡ് ഗേജ് പാതയാണ്. അടുത്തത്: ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഏത്? ആൻസർ ഓപ്ഷൻ ഡി രാമസേതു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഓപ്ഷൻ ഡി രാമസേതു. ആദംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നതും രാമസേതുവാണ്. ആദംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന പാലം ഏതാണെന്ന് ചോദിച്ചാൽ രാമസേതുവാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പാക് കടലിടുക്കാണ്. അടുത്തത്:
ഇന്ത്യ ഏറ്റവും അധികം അതിര് പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യ ഏറ്റവും അധികം അതിര് പങ്കിടുന്ന രാജ്യം ആൻസർ ഓപ്ഷൻ ബി ബംഗ്ലാദേശാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലോ ചൈനയാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. വലിയ രാജ്യമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യം എന്നറിയപ്പെടുന്നത് ശ്രീലങ്കയും മാലദ്വീപുമാണ്. ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലദ്വീപ്. അടുത്തത് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ആൻസർ ഓപ്ഷൻ എ 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ആൻസർ ഓപ്ഷൻ എ 1986. 1986 ഓഗസ്റ്റ് 1 ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് എത്തിക്കാൻ ധാരണയായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം 98 രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും സ്പീഡ് പോസ്റ്റ് അയക്കാനുള്ള സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും സ്പീഡ് പോസ്റ്റ് അയക്കാനുള്ള സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെൻറ്റർ കൊച്ചിയാണ്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1854. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1854. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത്? ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ആൻസർ ഓപ്ഷൻ സി കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് മൗണ്ട് കെറ്റു ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം മൗണ്ട് കെറ്റു, ഏറ്റവും താഴ്ന്ന സ്ഥലം കുട്ടനാടാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏത്? ആൻസർ ഓപ്ഷൻ ബി റാണിഗഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്. ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാണിഗഞ്ച് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. കൽക്കരി ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കൽക്കരി ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. 1ാം സ്ഥാനം ചൈനയാണ്. അടുത്തത് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ഏത്? ആൻസർ ഓപ്ഷൻ സി ചണ വ്യവസായം. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായമാണ് ചണ വ്യവസായം. സുവർണനാരി എന്നറിയപ്പെടുന്നത് ചണമാണ്. സുവർണനാരി എന്നറിയപ്പെടുന്നത് ചണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്, അല്ലെങ്കിൽ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്നറിയപ്പെടുന്നത് പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്നറിയപ്പെടുന്നത് പരുത്തി വ്യവസായമാണ്. അടുത്തത് തമിഴ്നാട്, കേരളം, ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടുന്ന പോസ്റ്റൽ സോൺ ഏത്? ആൻസർ ഓപ്ഷൻ എ സോൺ 6. തമിഴ്നാട്, കേരളം, ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടുന്ന പോസ്റ്റൽ സോണാണ് സോൺ 6. ഇന്ത്യയിൽ ആകെ 22 പോസ്റ്റൽ സോണുകളാണ് ഉള്ളത്. ഇന്ത്യയിലെ പോസ്റ്റൽ റീജിയനുകളുടെ എണ്ണം എന്നറിയപ്പെടുന്നത് 9 റീജിയനുകളാണ്. ഇന്ത്യയിലെ പോസ്റ്റൽ സർക്കിളുകളുടെ ആകെ എണ്ണം എന്നറിയപ്പെടുന്നത് എത്രയാണ്? 22 അതിൽ ഇന്ത്യയിലെ പോസ്റ്റൽ റീജിയനുകളുടെ എണ്ണം 9 റീജിയനുകളാണ്. കേരള പോസ്റ്റ് സർക്കിൾ നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1961 ജൂലൈ 1. കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്നത് 1961 ജൂലൈ 1. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. ആൻസർ ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗരയിൽ പ്രകടനം നടത്തിയിരുന്ന ജനക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ തീ കൊളുത്തുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത്. ചൗരി ചൗര സംഭവത്തിന് തീ കൊളുത്തിയതായി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് 1922 ഫെബ്രുവരി 5 ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്. ചൗരി ചൗര എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച തീയതി എന്നറിയപ്പെടുന്നത് 1922 ഫെബ്രുവരി 11
ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് 1922 മാർച്ച് 10 ചൗരി ചൗര സംഭവം ഗാന്ധിജി നിർത്തലാക്കിയത് 1922 ഫെബ്രുവരി 11. ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റ് ചെയ്തത് മാർച്ച് 10 1922 മാർച്ച് 10. അടുത്തത് അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ്. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായിയുടെ കൃതിയാണ്. അടുത്തത് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ശാരദാ സദൻ സ്ഥാപിച്ചതാണ്. ആൻസർ ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചതും പണ്ഡിത രമാബായിയാണ്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി മുംബൈയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് 1889. പണ്ഡിത രമാബായി മുംബൈയിലാണ് ശാരദാ സദൻ സ്ഥാപിച്ചത് 1889. പൂനെയിൽ മുക്തി സദൻ സ്ഥാപിച്ചതും പണ്ഡിത രമാബായിയാണ്. പൂനെയിൽ മുക്തി സദൻ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി ശാരദാ സദൻ സ്ഥാപിച്ചത് എവിടെയാണ്? മുംബൈയിലാണ് 1889. അടുത്തത് വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം ഏത്? വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം 1937. ആൻസർ ഓപ്ഷൻ എ 1937. വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം 1937. വാർധ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നാണ്. വാർധ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് നയിം താലിയാണ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലി. അടുത്തത് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. ആൻസർ ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പിതാവ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്തത് 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ബി ഇർവിൻ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7 പേരാണ്. സൈമൺ കമ്മീഷൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ജോൺ സൈമൺ ആണ്. 7 പേരാണ് സൈമൺ കമ്മീഷനിലെ അംഗങ്ങൾ. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. അടുത്തത് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ CR ദാസ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ് ആണ്. ദീനബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് CF ആൻഡ്രോസ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ്. ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രോസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.